അപ്പോൾ അടുത്തേക്ക് പോയാൽ തേർഡ് ക്വസ്റ്റ്യൻ ജസ്റ്റ് കമ്പാരിസൺ ആണ് ആംഗുലർ ഇമ്പൾസ്. നമ്മൾ കമ്പാരിസൺ റൊട്ടേഷനുമായിട്ട് കമ്പയർ ചെയ്താണത്. പിന്നെ ലേറ്റൻറ്റിയിട്ട് വരുന്നുണ്ട്, തെർമോഡൈനാമിക്സ് ആണ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി വരുന്നുണ്ട്, ദെൻ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ട്, പല ചാപ്റ്ററാണ് മിക്സ് ചെയ്ത്. എനിവേ എന്തോട്ടെ. അപ്പോൾ ആംഗുലർ ഇമ്പൾസ് ആണ്. ഇമ്പൾസ് ഏതാ? ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ ആംഗുലർ ഇമ്പൾസ് ആംഗുലർ മൊമെൻ്റ് ആണ്. ആംഗുലർ വരുന്ന ഡയമെൻഷൻ MVR എന്ന് പറഞ്ഞത് mL² T⁻⁻1 വരണം. അപ്പോൾ A3 വരണം. A3 വരുന്ന രണ്ട് ചോയ്സ്. അപ്പോൾ ഇത് കട്ട് ചെയ്യാം. ആ രണ്ടിലും B നോക്കണ്ട, C നോക്കിയാൽ മതിയാവുമല്ലോ. C ഏതാ? ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി, റൈറ്റ്. അതിനേക്കാൾ നല്ലത് D നോക്കല്ലേ. D ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, EMF. അത് വോൾട്ടേജ് ആണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞത് വർക്ക് ടൺ പെർ യൂണിറ്റ് ചാർജ് അല്ലേ. വർക്ക് ടൺ mL² T⁻⁻2 കൂളോം ചാർജ് വരുന്നത് AT. അപ്പോൾ പെർ യൂണിറ്റ് ചാർജ് അല്ലേ. അപ്പോൾ A⁻⁻1 T⁻⁻1. അപ്പോൾ mL² T⁻⁻3 A⁻⁻1 വരണം. അപ്പോൾ 2 വരണം. അപ്പോൾ D2 വരണം. അപ്പോൾ ആൻസർ ഈസ് വാട്ട്? 1. അതല്ലേ എളുപ്പമുള്ള സാധനം. ആംഗുലർ ഇമ്പൾസ് ഞാൻ രണ്ടെണ്ണം നോക്കിയുള്ളൂ, ബാക്കിയോടെ ഉണ്ട്. ലേറ്റൻറ്റീറ്റൊക്കെ നോക്കാവുന്നേ ഉള്ളൂ. സിമ്പിൾ ആ സാധനം, ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. റൈറ്റ്, മാറ്റിക്കോട്ടെ.